സിഫു പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് രാവിലെ മുതൽ പുലർച്ചെ മുതൽ ആലുവ മണപ്പുറത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണിയായപ്പോഴേക്കും നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 61 ബലിത്തറകൾ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്, ഭക്തർക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ നിറഞ്ഞ ആളുകൾ മരിച്ചുപോയ ആളുകൾക്കായി ബലിയിടുന്ന ഒരു കാഴ്ച തന്നെയാണ് രാവിലെ 2:30 മുതൽ കാണാൻ സാധിക്കുന്നത്. രാവിലെ 2:30ക്കാണ് പിതൃതർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് ഈ ചടങ്ങുകൾക്ക് രാവിലെ 2:30ക്ക് ഇത് നേതൃത്വം നൽകിയത്. മുഖ്യ കാർമ്മികത്വം വഹിച്ചത് മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ്. 61 ബലിത്തറകളിലും നിരവധി ആളുകൾ ബലിയർപ്പിക്കാനായി എത്തുകയാണ്. ഈ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ഒപ്പം പോലീസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ളത്. അതായത് ഈ 20ഓളം CCTV ക്യാമറകൾ സജ്ജീകരിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം 1500ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടാണ് ഇത്തരത്തിൽ സുരക്ഷയും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത്. വനിതാ പോലീസുകാരുണ്ട്, ഒപ്പം ഡാൻസ് ഓഫ് ടീമുകൾ, ലഹരി മരുന്ന് ഉപയോഗമടക്കം തടയാനുള്ള ഡാൻസ് ഓഫ് ടീമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഈ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഈ ബോട്ടുകളിലടക്കം പോലീസും ഫയർഫോഴ്സും ബോട്ടുകളിലടക്കം പട്രോളിംഗ് നടത്തി നിരീക്ഷണവും കാര്യങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. അത്തരത്തിൽ 1500ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 2:30 മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം ഒരു 11 മണിയോടുകൂടിയാകും ഈ പിതൃതർപ്പണ ചടങ്ങുകൾ ഇന്ന് ഏകദേശം അവസാനിക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ 11:30 വരെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 10,000ങ്ങൾ ഇങ്ങോട്ടേക്ക് നിലവിൽ എത്തുന്നുണ്ട്. ഇനിയും അതായത് നേരം കുറച്ചുകൂടി പുലർന്നു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ആളുകൾ എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 2:30ക്കാണ് ചടങ്ങുകളും കാര്യങ്ങളുമൊക്കെ നടത്തിയിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ 24 മണിക്കൂറോളം പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ആലുവ മണപ്പുറത്ത് മാത്രമല്ല, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രധാനമായും ആലുവ മണപ്പുറത്തോട് ചേർന്നുള്ള ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലടക്കം ഈ ബലിയർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ ബലിയർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇടിയും സഫ്വാനുമാണ് വിവിധയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകി.